ഹായ് ഹലോ. ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ സംസാരിക്കുന്നത് സ്കൂളിലും കോളേജുകളിലും ഒക്കെ പഠിക്കുന്ന കുട്ടികളുടെ പേരൻസിനോടാണ് കേട്ടോ. എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഈ കൊച്ചു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മളൊക്കെ വലിയ പ്രതീക്ഷയോടെയാണല്ലേ നമ്മളുടെ മക്കളെ സ്കൂളിലേക്കും കോളേജിലേക്കും ഒക്കെ അയക്കുന്നത്. നമ്മളുടെ ഏറ്റവും മെയിനായിട്ടുള്ള ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ നന്നായിട്ട് പഠിക്കണം, നല്ല ജോലി നേടണം, നല്ല ഭാവി അവർക്കുണ്ടാവണം, നല്ല സുഖമായിട്ട് നല്ല സന്തോഷത്തോടെ അവരുടെ ജീവിതകാലം മുഴുവനും അവർ ജീവിക്കണം എന്നൊക്കെയാണല്ലേ. അതിനുവേണ്ടി നമ്മൾ എന്തും ചെയ്യും. നമ്മൾ മാതാപിതാക്കൾക്ക് നമ്മളെ കൊണ്ട് എന്തൊക്കെയാകുമോ അതെല്ലാം നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കും. അവരുടെ നല്ല ഭാവിക്ക് വേണ്ടി, അവരുടെ സുഖത്തിനും അവരുടെ സന്തോഷത്തിനും അവരുടെ നന്മയ്ക്കും വേണ്ടിയിട്ട് നമ്മൾ എന്ത് വേണേലും ചെയ്തു കൊടുക്കും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മൾ പേരൻസൊക്കെ ജീവിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തിലല്ല നമ്മളുടെ മക്കൾ ജീവിക്കുന്നത്. കാലം കുറേ വെച്ചാൽ ഒരുപാടങ്ങ് വർഷങ്ങളായിട്ടില്ലെന്നുണ്ടെങ്കിലും ഈ കഴിഞ്ഞു പോയ വർഷങ്ങളിൽ സംഭവിച്ചിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് ഓരോ വർഷം കടന്നു പോകും തോറും ഓരോ കാലഘട്ടങ്ങൾ കടന്നു പോകുന്നത് പോലെ തോന്നുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ മാറ്റങ്ങളാണ് ഓരോ വർഷവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒട്ടുമിക്ക പേരൻസിനും ഉണ്ടല്ലോ അവരുടെ മക്കളുടെ ഭാഷ പോലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ആയിക്കൊണ്ടിരിക്കുക. അവരുടെ മക്കളുടെ ഭാഷ, അവരുടെ വിചാരങ്ങൾ, അവരുടെ ചിന്തകൾ, അതൊക്കെ വേറെ ഒരു ലോകം തന്നെയാണ്. നമ്മളും നമ്മളുടെ മക്കളുമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഉണ്ടല്ലോ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ മക്കൾ ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അവർക്ക് വഴിതെറ്റിപ്പോകാനുള്ള എല്ലാ ചാൻസസും ഉണ്ട്. അതിന് ആൺകുട്ടിയെന്നോ പെൺകുട്ടിയെന്നോ വ്യത്യാസമില്ല, കുഞ്ഞു കുട്ടിയെന്നോ മുതിർന്ന കുട്ടിയെന്നോ വ്യത്യാസമില്ല, വീട്ടിൽ നിന്ന് പോയി വരുന്ന കുട്ടിയെന്നോ ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടിയെന്നോ കേരളത്തിന് പുറത്ത് ജീവിക്കുന്ന കുട്ടികളെന്നോ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് പഠിക്കുന്ന കുട്ടികളെന്നോ ഒന്നും ഒരു വ്യത്യാസവും. നമ്മളുടെ വീട്ടിൽ നിന്ന് തന്നെ പോയി വരുന്ന കുട്ടികളാണെങ്കിലും വഴിതെറ്റിപ്പോവാം. നമ്മൾ എത്രമാത്രം സ്നേഹിച്ച് എത്രമാത്രം കെയർ കൊടുത്ത് വളർത്തിയെന്ന് പറഞ്ഞാലും എത്രമാത്രം ശിക്ഷണം കൊടുത്ത് വളർത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവർ വഴിതെറ്റിപ്പോകാനുള്ള സകല ചാൻസും ഇപ്പോൾ ഉണ്ട്. മുമ്പൊരിക്കൽ എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു ഓർക്കുന്നുണ്ട്, നിനക്കൊരു പെൺകുട്ടിയുണ്ട് കേട്ടോ, സൂക്ഷിച്ചോണം, പെൺകുട്ടികളൊക്കെ ആയി കഴിയുമ്പം വഴിതെറ്റി പോകാനുള്ള സകല ചാൻസും ഉണ്ട്. എനിക്കുള്ളത് ആൺകുട്ടികളാണ്, അവരൊന്നും വഴിതെറ്റി പോകത്തില്ല, ഞാൻ അതുപോലെ നല്ല സ്നേഹിച്ച് തന്നെയാണ് വളർത്തുന്നത്, അവരെ എനിക്ക് നന്നായിട്ടറിയാം, അവരെന്തായാലും വഴിതെറ്റി പോവില്ല എന്നേ. പക്ഷേ എൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പെൺകുട്ടികളോ ആൺകുട്ടികളോ ഒന്നല്ല, നമ്മളുടെ മക്കൾ വഴിതെറ്റി പോകരുത് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. പക്ഷേ ഭാവിയിൽ എന്ത് സംഭവിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പം ഞാനാണെങ്കിലും എൻ്റെ മക്കളെ എത്ര കെയർ ചെയ്ത് വളർത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവരെ എത്രമാത്രം സൂക്ഷിച്ച് ശിക്ഷണമൊക്കെ കൊടുത്ത് അവരെ മനസ്സിലാക്കി വളർത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഭാവിയിൽ എന്താ സംഭവിക്കുന്നതെന്ന് എനിക്കും പറയാൻ പറ്റത്തില്ല. എൻ്റെ ഈ സുഹൃത്ത് പറഞ്ഞതുപോലെ നമ്മളുടെ സ്വന്തം മക്കളാണ് എങ്കിൽ പോലും നമ്മൾ 100% അവരെ വിശ്വസിക്കരുത് എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. പലരും ഇത് പറയുമ്പോഴുണ്ടല്ലോ പലരും എന്നോട് വിയോജിക്കുന്നുണ്ടാകും. നമ്മളുടെ മക്കളെ നമ്മൾ വിശ്വസിക്കാതെ നമ്മൾ അവരെ നമ്മളുടെ സ്വന്തം മക്കളാണ്, പിന്നെ ആരാണ് അവരെ വിശ്വസിക്കുക എന്നൊക്കെ ചോദിക്കുന്നുണ്ടാവാം. പക്ഷേ നമ്മളുടെ മക്കളാണെന്നുണ്ടെങ്കിലും ഭാവിയിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. ഇപ്പോൾ ചെറുപ്പത്തിൽ കാണുന്നത് പോലെയൊന്നും ആയിരിക്കുകയില്ല. വലുതായി കഴിയുമ്പം അവരുടെ സ്വഭാവം, അവർ വലുതായി അവർ ജോലിയൊക്കെ നേടിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ അവർ കോളേജിലൊക്കെ എത്തിക്കഴിയുമ്പോഴേക്കും ഉണ്ടല്ലോ, അവർ വളർന്ന് വലുതായി കഴിയുമ്പോൾ അവരുടെ സ്വഭാവത്തിൽ, അവർ ജീവിക്കുന്ന കാലഘട്ടം വേറെയാണ്, അവരുടെ സ്വഭാവത്തിൽ ആ രീതിയിലുള്ള മാറ്റങ്ങളുണ്ടാകും. അപ്പം നമുക്ക് അവരുമായിട്ട് പൊരുത്തപ്പെടാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. പിന്നെ നമ്മൾ വിചാരിക്കുന്ന രീതിയിലായിരിക്കില്ല അവർ പോകുന്നത്. അപ്പം അന്നേരം നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു വിഷമം തോന്നും കേട്ടോ. ഞാൻ ഇത്രയും സ്നേഹിച്ച്, ഞാൻ ഇത്രയും വിശ്വസിച്ച് എൻ്റെ മക്കളെ വളർത്തിയിട്ട് ഞാൻ പറയുന്നത് അവർക്ക് ഇത്ര വലുതായി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഞാൻ പറയുന്നത് അവർക്ക് കേൾക്കാൻ പറ്റത്തില്ല, ഞാൻ പറയുന്ന രീതിയിൽ അവർക്ക് പോകാൻ പറ്റത്തില്ല, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പോയി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിഷമിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ നമ്മളുടെ മക്കൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ, എനിക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും അറിയത്തില്ല കേട്ടോ. ഞാനും 2 ചെറിയ കുട്ടികളുടെ അമ്മയാണ്, സ്കൂളിൽ പഠിക്കുന്ന 2 ചെറിയ കുട്ടികളുടെ അമ്മയാണ്. അപ്പം ഞാൻ കേട്ട് പരിചയമൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഒന്നാമതായിട്ട് തന്നെയുണ്ടല്ലോ, ചെറുപ്പത്തിലെ തന്നെ എല്ലാം അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങ് വിട്ടു കൊടുക്കാതിരിക്കുക. കുഞ്ഞു നാളിൽ തൊട്ടേ ഉണ്ടല്ലോ, ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്,
അവ മക്കൾക്ക് ഇഷ്ടപ്പെട്ട കളിപ്പാട്ടങ്ങൾ, അവർക്ക് മാത്രം ഇഷ്ടപ്പെട്ട ഡ്രസ്സുകൾ, അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം, അങ്ങനെ അവർക്ക് എന്ത് ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ പുറത്ത് പോകുവാണെങ്കിലും എന്ത് പിള്ളേർക്ക് വാങ്ങിക്കണോ അത് മാത്രം അവരുടെ ഇഷ്ടം നോക്കി മാത്രം വാങ്ങിച്ചു കൊടുക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അത് എത്ര കാശാണെങ്കിലും പേരൻസ് മൈൻഡ് ചെയ്യല. അത് കടം മേടിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ പോലും എനിക്കത് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങ് വാങ്ങിച്ചു കൊടുക്കും. വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ചിലപ്പോൾ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം ഇഷ്ടമില്ലായിരിക്കാം മക്കൾക്ക്. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഉണ്ടല്ലോ മക്കളുടെ ഇഷ്ടം നോക്കി മാത്രം പെരുമാറുന്ന പേരൻസ് ഉണ്ട്. അത് മക്കൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ കരയും, അവർ വഴക്കുണ്ടാക്കും, അവർ പിണങ്ങിയിരിക്കും. അത് മാതാപിതാക്കൾക്കങ്ങ് സഹിക്കാൻ പറ്റത്തില്ല കേട്ടോ, ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയി കഴിയുമ്പോൾ പിന്നെ വലുതായി കഴിയുമ്പോൾ ഈ പേരൻസിന് വല്ലതും സഹിക്കാൻ പറ്റുമോ? മക്കൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ പോകത്തില്ലേ? അപ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ ഒരു പിടുത്തം പിടിക്കണം, അവരുടെ ഇഷ്ടവും നോക്കണം. അത് നമുക്ക് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ അതവർക്ക് നല്ലതല്ല, അല്ലെങ്കിൽ അതിന് പൈസ കൂടുതലാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് അപ്പം തന്നെ അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് നല്ലത് ഏതാണോ അത് വാങ്ങിച്ചു കൊടുക്കുക. ഇപ്പോൾ പൈസയൊക്കെ കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കി ഇത്രയും പൈസയുടെ നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റത്തില്ല, അപ്പോൾ ഇത് നമുക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ പൈസ കൂടിയ സാധനങ്ങളൊക്കെ നമുക്ക് പിന്നെ പൈസ ഉണ്ടായി കഴിയുമ്പോൾ വാങ്ങിക്കാം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. പല മാതാപിതാക്കൾക്കും ഉണ്ടല്ലോ അവരുടെ കുറച്ച് കാശ് കുറവാണെന്നുണ്ടെങ്കിലും അത് അവരുടെ മക്കളെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അതൊന്നും നമ്മളങ്ങനെ അറിയിക്കാതെ ഇരിക്കരുത്. നമ്മളുടെ ബുദ്ധിമുട്ടുകളൊക്കെയും മക്കൾ അറിഞ്ഞ് തന്നെ വളരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. അതുപോലെ തന്നെ ഉണ്ടല്ലോ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങളാണെന്നുണ്ടെങ്കിലും ഇപ്പം നമ്മൾ ഒരു സാധനം വീട്ടിലുണ്ടാക്കി, ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശ ഉണ്ടാക്കിയപ്പോൾ മക്കൾ എഴുന്നേറ്റ് വന്ന് പറഞ്ഞു എനിക്ക് ദോശ ഇഷ്ടമല്ല, ചപ്പാത്തി വേണം. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് എടുത്തു. അപ്പം അടുത്തയാൾ പറഞ്ഞു എനിക്ക് ചപ്പാത്തിയും ദോശയും വേണം, എനിക്ക് പുട്ട് വേണം. അപ്പം അങ്ങനെ ഓരോ ആൾക്കാർക്കും ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നവരൊക്കെ ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന എന്ത് ഭക്ഷണമാണോ അത് മക്കൾ കഴിച്ച് ശീലിക്കാൻ ശ്രമിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഉണ്ടല്ലോ, ഇല്ലെങ്കിൽ അങ്ങനെ കഴിച്ചൊന്നും ശീലിച്ചില്ലെങ്കിലുണ്ടല്ലോ വലുതായി കഴിയുമ്പോൾ അതൊക്കെ ഉണ്ടല്ലോ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ എൻ്റെ ചില കൂട്ടുകാരൊക്കെ പറയുന്നതൊക്കെ അയ്യോ എൻ്റെ മക്കളൊന്നും കഴിക്കുകയില്ല, അത് കഴിക്കുകയില്ല, ഇത് കഴിക്കുകയില്ല, അവർക്ക് ഇഷ്ടപ്പെട്ടത് മാത്രമേ കഴിക്കുകയുള്ളൂ എന്നൊക്കെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ചെറുപ്പത്തിൽ തൊട്ട് അവരങ്ങനെയാണ് ശീലിപ്പിച്ചിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേർ കഴിക്കുന്ന എന്താണോ അത് മാത്രം അങ്ങ് കൊടുക്കും. ഇപ്പോൾ കടയിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഹെൽത്തി ഫുഡൊന്നും നോക്കത്തില്ല കേട്ടോ. ഇപ്പോൾ ജങ്ക് ഫുഡ്സ് ആണെന്നുണ്ടെങ്കിലും മക്കൾ പറയുന്നതിനനുസരിച്ച് അങ്ങ് വാങ്ങിച്ചു കൊടുത്ത് അവരെ അങ്ങ് തീറ്റിച്ച് വണ്ണം വെച്ചിരിക്കുന്നതാണ് പലർക്കും താല്പര്യം. എന്ന് വെച്ചാൽ വണ്ണം വെച്ച് വീർത്തിരിക്കുന്നതൊന്നും അതിന് മാത്രം ഹെൽത്തി ഒന്നുമല്ല. ചില ആൾക്കാരുടെ വിചാരം ഒക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുമാത്രം വണ്ണം വെച്ചിരിക്കുന്നോ അതിന് മാത്രം കുട്ടികൾ ആരോഗ്യമുള്ളവരായിട്ടിരിക്കും എന്നാണ് ചിലരുടെ വിചാരം. അപ്പോൾ ഈ ജങ്ക് ഫുഡ്സൊക്കെ കൊടുത്ത് ഈ ഒരുപാട് വണ്ണമൊക്കെ വെച്ച് ഇങ്ങനെ വീർത്തിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് ഭാവിയിൽ ദോഷമാണെന്ന് നമ്മൾ പേരൻസ് തന്നെ ഓർക്കുക. അതുകൊണ്ട് വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങളൊക്കെ പരമാവധി കഴിപ്പിക്കുക അവരെ. അതുപോലെ തന്നെ വീട്ടിലുണ്ടാക്കുന്ന എല്ലാ ഭക്ഷണങ്ങളും അവരെ കഴിപ്പിച്ച് ശീലിപ്പിക്കുക. ഞാൻ ഈ പറഞ്ഞു വന്നത് ജങ്ക് ഫുഡ്സ് കഴിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഒരുപോലെ വണ്ണം വെക്കുന്നൊന്നും അല്ല കേട്ടോ. അത് വണ്ണം വെക്കുന്നതാണെന്നുണ്ടെങ്കിലും ഓരോരുത്തരുടെ മെലിഞ്ഞിരിക്കുന്നതാണെങ്കിലും ഓരോരുത്തരുടെയും ശരീരപ്രകൃതി അനുസരിച്ച് ഇരിക്കും കേട്ടോ. എത്രമാത്രം വണ്ണം വെക്കണം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ചിലർ വണ്ണം വെക്കത്തില്ല. എത്രമാത്രം മെലിയണമെന്ന് വിചാരിച്ച് കഴിഞ്ഞാലും ചിലർ മെലിയത്തുമില്ല. അതൊക്കെ പിന്നെ ഓരോരുത്തരുടെ ശരീരപ്രകൃതി. ഭക്ഷണത്തിൻ്റെ കാര്യം അവിടെ വിട്ടിട്ട് ഇനിയിപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ മറ്റ് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനൊക്കെ പോകുമ്പോഴുണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇപ്പോൾ നമ്മളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് മാത്രം നമ്മൾ ഓരോ സാധനങ്ങളും വാങ്ങിക്കുമോ. അടുത്ത വീട്ടിലെ കുട്ടിക്ക് ഇതുണ്ട്, ബന്ധു വീട്ടിലെ കുട്ടികൾക്ക് ഇതുണ്ട്, അല്ലെങ്കിൽ കുട്ടികൾ സ്കൂളിലൊക്കെ പോയിട്ട് വന്നിട്ട് അല്ലെങ്കിൽ അവരുടെ കൂട്ടുകാരെയൊക്കെ കണ്ടിട്ട് വന്നിട്ട് പറയും അവർക്കത് വാങ്ങിച്ചു ഇത് വാങ്ങിച്ചു എനിക്കത് വാങ്ങിക്കണം എന്നൊക്കെ പറയുമ്പോഴുണ്ടല്ലോ നമ്മൾ നോക്കുക നമ്മളുടെ മക്കൾക്കും അത് ആവശ്യമാണോ, നമ്മൾക്ക് അത് വാങ്ങിച്ചു കൊടുക്കേണ്ടതുണ്ടോ എന്ന് ആലോചിച്ചതിന് ശേഷം മാത്രം വാങ്ങിച്ചു കൊടുക്കുക. കുട്ടികളുടെ അഭിമാനത്തെക്കാളും ആവശ്യം മുൻനിർത്തി എടുക്കുക. എന്നുവെച്ചാൽ ചില ആൾക്കാരൊക്കെ പറയുന്നത് കേൾക്കാം, ഇപ്പം മറ്റു കുട്ടികൾ ധരിക്കുന്നത് പോലത്തെ ഡ്രസ്സ് ധരിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റു കുട്ടികൾ വാങ്ങിക്കുന്ന സാധനങ്ങൾ നമ്മളുടെ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ അത് നമ്മളുടെ മക്കൾക്കൊരു അഭിമാന പ്രശ്നം ആകുമല്ലോ എന്നൊക്കെ. അപ്പോൾ അഭിമാനം എന്നതിനെ അങ്ങ് മാറ്റി നിർത്തിയിട്ട് നമ്മളുടെ ആവശ്യം മാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴേ ഈ ചെറുപ്പത്തിലേ തന്നെ അഭിമാനം നോക്കി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ
കുറേയൊക്കെ വലുതായി കഴിയുമ്പം ഈ അഭിമാനം വലിയൊരു പ്രശ്നമായിരിക്കും കേട്ടോ. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പോലും ഒരു സഹായത്തിന് മറ്റുള്ളവരെ വിളിക്കാൻ പോലും അഭിമാന പ്രശ്നം ഒരു ഇതായിട്ട് വെക്കുന്ന ആൾക്കാരുണ്ട്. അഭിമാനം കാരണം മറ്റാൾക്കാരുടെ ഒന്നും സഹായം തേടാതെ വളരെ വളരെ ബുദ്ധിമുട്ടിലായി പോകുന്ന ആൾക്കാരൊക്കെയുണ്ട്. അതുകൊണ്ട് ചെറുപ്പത്തിൽ തന്നെ ഈ അഭിമാനത്തെ മുൻനിർത്തി പോകാതിരിക്കാൻ ശ്രമിക്കുക. നമ്മളുടെ ആവശ്യങ്ങൾ എന്താണോ അതനുസരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുക, അതനുസരിച്ചുള്ള സാധനങ്ങൾ വാങ്ങിക്കുക, അതനുസരിച്ച് മറ്റുള്ളവരോട് പെരുമാറുക. എല്ലാ ആൾക്കാരും നമ്മളുടെ കൂട്ടുകാരായിരിക്കണം, അല്ലാതെ ഇന്ന ആൾക്കാരോട് സംസാരിച്ച് കഴിഞ്ഞാൽ അതൊരു അഭിമാന കുറവാണ്, അങ്ങനെയൊന്നും ആകാൻ പാടില്ല. അഭിമാനം എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര പ്രശ്നമാണ് ചില ആൾക്കാർക്കൊക്കെ. പിന്നെ ഡ്രസ്സിങ്ങിൻ്റെ കാര്യമുണ്ടല്ലോ, അയ്യോ ചില പിള്ളേരെയൊക്കെ കണ്ടു കഴിയുമ്പോഴുണ്ടല്ലോ സങ്കടം തോന്നും, സഹതാപം തോന്നും. അത് ഈ കുഞ്ഞു പിള്ളേർ മാത്രമല്ല, മുതിർന്ന കുട്ടികളുണ്ടല്ലോ, അതായത് ഒരു കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിലും അങ്ങ് നമുക്കൊരു സഹതാപം തോന്നും. ഇപ്പോൾ ആൺകുട്ടികളാണെങ്കിലും മുടിയൊക്കെ നീട്ടി വളർത്തി, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. മുടി നീട്ടി വളർത്തുന്നതൊക്കെ ഇപ്പോഴത്തെ സ്റ്റൈലാണ്, അത് അവരുടെ ഇഷ്ടം. പക്ഷെ ഒന്ന് വൃത്തിയായിട്ട് സൂക്ഷിച്ച് കൊണ്ട് നടക്കാനെന്ന് പറയണേ. മുടി നീട്ടി വളർത്തിയിരിക്കുന്ന പിള്ളേരാണെങ്കിലും ചിലരുടെയൊക്കെ ഉണ്ടല്ലോ മുടിയൊക്കെ നീട്ടി വളർത്തിയതാണെങ്കിലും നല്ല ഭംഗിയുണ്ട് കാണാൻ. ചില പിള്ളേരുടെയൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുളിക്കത്തുമില്ല, നനയ്ക്കുന്നുമില്ല, എന്നതാ ഇത് എന്ന് നമുക്കൊരു വൃത്തികേടായിട്ട് നമുക്ക് തോന്നും കേട്ടോ. അതുപോലെ ഈ ആൺകുട്ടികളുടെ ആണെങ്കിലും ഈ ഡ്രസ്സും ഒക്കെ ഈ ലൂസായിട്ടുള്ള ടീഷർട്ടും ലൂസായിട്ടുള്ള പാൻറ്റും ഒക്കെ ഉണ്ടല്ലോ ഇപ്പം അതൊക്കെ ഒരു ഇതാണ്, ട്രെൻഡാണ്. പക്ഷേ ഉണ്ടല്ലോ ചില പിള്ളേരൊക്കെ ഉണ്ടല്ലോ അങ്ങ് ചെരുപ്പിൻ്റെ അടിയിലേക്ക് പാൻറ്റൊക്കെ കിടന്ന് അങ്ങ് ചെളിക്കകത്തോടെയൊക്കെ വലിച്ചുകൊണ്ടൊക്കെ പോകുന്ന കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ എൻ്റെ ദൈവമേ, ഇതുങ്ങൾ എന്നതാ റോഡ് സൈഡിലെങ്ങാനും കിടന്ന പാൻറ്റ് വല്ലതും എടുത്തിട്ടുകൊണ്ട് വരുന്നതാണോ ദൈവമേ എന്നൊക്കെ നമ്മൾ ഓർക്കും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പെൺകുട്ടികളുടെ ആണെന്നുണ്ടെങ്കിലും എൻ്റെ പൊന്നു മാതാപിതാക്കളെ ഒന്നും മറയ്ക്കേണ്ട സംഭവങ്ങളൊക്കെ ഒന്ന് മറച്ച് തന്നെ വിടണം കേട്ടോ. അത് ചിലവരൊക്കെ പിള്ളേർ തന്നെ സെലക്ട് ചെയ്യുന്നുണ്ട് ഡ്രസ്സ്, അവർക്ക് അതിൻ്റെ സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. പക്ഷേ ചില പേരൻസ് ഉണ്ടല്ലോ അതിന് വേണ്ടിയിട്ട് പിള്ളേരെ നിർബന്ധിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ ഒരു കൂട്ടുകാരി ഒരു ദിവസം പറയുകയാണ്, അവൾ ബസ്സിൽ കയറി കഴിഞ്ഞപ്പോഴുണ്ടല്ലോ ഒരു കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയും ആ കുട്ടിയുടെ അമ്മയും കൂടെ ബസ്സിന് കയറിയതാണെന്ന് പോലും. അന്നേരം ഇപ്പോൾ ഇവർക്ക് ഇരിക്കാനുള്ള സീറ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ അവർ നിൽക്കണതിന് തൊട്ട് പുറകിലായിരുന്നു എൻ്റെ കൂട്ടുകാരി നിൽക്കണത് കേട്ടോ. അപ്പം ഈ പെൺകൊച്ച് ബസ്സിലിങ്ങനെ മേലെ കമ്പിയിൽ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ മേലെ കമ്പിയിൽ പിടിച്ചിരിക്കുമ്പോൾ ഈ കുട്ടിയുടെ ടീഷർട്ട് അങ്ങ് പൊങ്ങിയിട്ടുണ്ടല്ലോ, അങ്ങ് ഫുള്ള് കാണാം, വയറൊക്കെ ഫുള്ള് കാണാവുന്ന രീതിയിലാണ്. അപ്പം ഈ പെൺകുട്ടിക്ക് അങ്ങ് ഭയങ്കര അസ്വസ്ഥത. ഈ കുട്ടി അങ്ങ് ടീഷർട്ടൊക്കെ ഇങ്ങനെ താത്തി ഇട്ട് അങ്ങ് ഭയങ്കര അസ്വസ്ഥത കേട്ടോ. അപ്പം ഇതിൻ്റെ അമ്മേനെ ഇത് നോക്കുന്നുണ്ട്. അപ്പോൾ അമ്മ ഈ പെങ്കൊച്ചിനോട് പറയുകയാണെന്ന് പോലും, ഇപ്പം എല്ലാവരും ഇങ്ങനെയൊക്കെയല്ലേ ഡ്രസ്സ് ധരിക്കുന്നത്, പിന്നെ നിനക്ക് മാത്രം എന്താ ഇത്ര പ്രശ്നം, നിനക്കും അങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ട് നടന്നാൽ എന്താ കുഴപ്പമെന്ന്. അപ്പോൾ നോക്കിക്കേ, ഈ കുട്ടികളെ മാത്രം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അമ്മമാരും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരില്ലേ കണ്ടോ. ഈ കൊച്ചിനാണെന്നുണ്ടെങ്കിൽ അങ്ങ് ആ കൊച്ചിൻ്റെ വയറൊക്കെ അങ്ങ് മറ്റുള്ളവർ കാണുമല്ലോ എന്ന് ഓർത്ത് ആ കൊച്ചങ്ങ് വിഷമിച്ചിരിക്കുമ്പോഴുണ്ടല്ലോ അതിൻ്റെ അമ്മ അതിനെ അങ്ങ് നിർബന്ധിക്കുകയാണ് ആ കൊച്ചിൻ്റെ ബോഡിയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ പേരൻസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മക്കളുടെ കാര്യം ഒന്ന് ഓർത്ത് നോക്കി അവർ കുറച്ചുകൂടി കഴിയുമ്പോൾ എങ്ങനെയായിരിക്കുമെന്ന്. അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് അവർ ധരിച്ചോട്ടെ, അവർക്ക് ബോഡി ഫുള്ള് മറച്ച് നടക്കുന്ന ഡ്രസ്സാണ് അവർക്ക് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അവരങ്ങനെ ധരിച്ച് നടന്നോട്ടെ. ഇനി ഇപ്പോൾ കുറച്ചൊക്കെ കാണിച്ച് നടക്കേണ്ടതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ദൂഷ്യവശങ്ങൾ എന്തൊക്കെയാണെന്ന് അവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം കേട്ടോ. ഓരോ ഒക്കേഷനും ധരിക്കേണ്ട ഡ്രസ്സ് എന്താണെന്ന് അവരൊന്ന് മനസ്സിലാക്കണം. ഒരു ദിവസം എൻ്റെ വേറൊരു കൂട്ടുകാരി പറയാനായിട്ട് അവരൊരു ഹൗസ് വാമിങ്ങിന് പോയ സമയത്ത് ഒരു കൂട്ടുകാരി തന്നെ ധരിച്ചുകൊണ്ട് വന്ന ഡ്രസ്സ് നമ്മളുടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ധരിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ബീച്ചിൽ പോകുന്ന ഡ്രസ്സ് ഒരു പാർട്ടിക്ക് ധരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ശരിയാവുക? അപ്പം ആ ഒരു വ്യത്യാസം നമ്മളുടെ മക്കൾ എന്തായാലും മനസ്സിലാക്കണം. പിന്നെ സോഷ്യൽ മീഡിയ ഉപയോഗം, അത് മുതിർന്ന കുട്ടികളൊക്കെ ആയി കഴിയുമ്പോൾ ഇപ്പോൾ കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും സ്വന്തമായിട്ട് ഫോൺ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരുടെ ഫോണൊന്നും നമുക്ക് അങ്ങനെ അങ്ങ് ചെക്ക് ചെയ്യാനൊന്നും പറ്റത്തില്ലല്ലോ. അവരെന്തൊക്കെ കാണുന്നു, ആരൊക്കെ ആയിട്ട് കോണ്ടാക്ട്, ഈ ഒരു ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഇടയ്ക്കെങ്കിലുമൊക്കെ ഒന്ന് തപ്പി നോക്കാനൊക്കെ പറ്റിയെങ്കിൽ നല്ലതായിരുന്നു. പിന്നെ മുതിർന്ന കുട്ടികളൊക്കെ ആയി കഴിയുമ്പോൾ അവരത് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുമായിരിക്കും, നമുക്ക് അവരുടെ ചെക്ക് ചെയ്യാനൊന്നും പറ്റത്തില്ലായിരിക്കും. എന്നാലും ഫുൾ ടൈം ഫോണിന് അടിമപ്പെട്ട് ഇരിക്കാതെ അവരെ വീട്ടുകാര്യങ്ങളിലൊക്കെ ഒന്ന് ഉൾപ്പെടുത്തി അവരെ കുറച്ച് ബിസിയാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിലുണ്ടല്ലോ അവർക്ക് സ്വന്തമായിട്ടുള്ള ഫോണിൻ്റെ ആവശ്യമൊന്നുമില്ല. പല കുട്ടികൾക്കും ഉണ്ട് സ്വന്തമായിട്ട് ഫോണ്. അത്
നെറ്റൊക്കെ അങ്ങ് കണക്ട് ചെയ്ത് സ്വന്തമായിട്ട് അങ്ങ് കൊടുത്തേക്കാണ് ചെറിയ കുട്ടികൾക്ക്. പേരൻസിനേൽ ഇതൊക്കെ വാങ്ങിച്ച് കൊടുക്കുന്നത് എന്തിനാണ് ചെറിയ കുട്ടികൾക്ക് ഇങ്ങനെ ഫോൺ? എന്നിട്ട് അവർ അത് ഉപയോഗിച്ച് അവർക്ക് ഇഷ്ടമുള്ളതെല്ലാം കാണും. അവരതിനനുസരിച്ച് എന്നിട്ട് നടക്കണം എന്നൊക്കെയാണ്. അവർ ഓരോ റീൽസൊക്കെ കാണും. എന്നിട്ട് അവരുടെയൊക്കെ വിചാരം ആ രീതിയിലൊക്കെ നടക്കണം എന്നൊക്കെയാണ്. ഞാൻ അറിയുന്ന എൻ്റെ ഒരു കൂട്ടുകാരി ടീച്ചറാണ് കേട്ടോ. അപ്പോൾ ആളൊരു ദിവസം എൻ്റെ അടുത്ത് പറയുകയാണ്, ഇപ്പം ക്ലാസ്സിലൊക്കെ വരുന്ന പെൺപിള്ളേരുടെയൊക്കെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊക്കെ എന്തോ വലിയ സെലിബ്രിറ്റീസൊക്കെയാണെന്നാണ് അവരുടെ വിചാരം. അവർ ഈ ഓരോ റീൽസും അതും ഇതുമൊക്കെ കണ്ടിട്ട് വന്നിട്ട് അവരുടെയൊക്കെ നിപ്പും നടപ്പും സംസാരവും ഭാവവും ഒക്കെ ഉണ്ടല്ലോ, കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്തോ വലിയ വലിയ സെലിബ്രിറ്റീസൊക്കെ ചെയ്യുന്നത് പോലെ ചെയ്യണം എന്നൊക്കെയുള്ള, അതുപോലെയാണ് ഞങ്ങളെന്നൊക്കെയുള്ള ആ ഒരു വിചാരമൊക്കെ ആണെന്ന് പോലും. ഞാൻ തന്നെയാണ് എന്നുള്ള ഒരു ചിന്ത വേണം. അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും എൻ്റെ കഴിവുകൾ അത് എൻ്റേതാണ്, എൻ്റെ ചിന്താഗതികൾ, എൻ്റെ രീതികൾ അതെല്ലാം എൻ്റെ തന്നെ ആയിരിക്കണം. അപ്പം ബാക്കിയുള്ളവരെ വെച്ച് വലിയ വലിയ സെലിബ്രിറ്റീസിനെയൊക്കെ അനുകരിക്കാൻ വേണ്ടി ശ്രമിച്ച് പിന്നെ അനുകരണം മാത്രമേ അവസാനം ഉണ്ടാകുകയുള്ളൂ. സ്വന്തം കാര്യങ്ങൾ മറന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്ന കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയ കുട്ടികളാണെന്നുണ്ടെങ്കിലും ഫോൺ കൊടുക്കുന്നതിന് ഞാൻ എതിരൊന്നുമല്ല കേട്ടോ. ഞാനും കൊടുക്കാറുണ്ട് ഫോണ്. പിള്ളേർ ഗെയിമും കളിക്കും, അതുപോലെ റീൽസ് കാണും യൂട്യൂബിലൊക്കെ, അതൊക്കെ ചെയ്യും. പക്ഷേ ഒരു ലിമിറ്റ് വെക്കും കേട്ടോ. ഇത്ര നേരത്തേനെ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ അവർ യൂട്യൂബിൽ വീഡിയോസൊക്കെ കാണുമ്പം നമ്മൾ ശ്രദ്ധിക്കും എന്ത് ടൈപ്പ് വീഡിയോസാണ് കാണുന്നത്, ഇതവരെ തെറ്റിലേക്ക് നയിക്കുന്നുണ്ടോ, അങ്ങനെ നമ്മളൊന്ന് നോക്കുക. അവരെന്താണ് കാണുന്നത്, എന്താണ് ചെയ്യുന്നത്, അവരാരെങ്കിലുമൊക്കെ ആയിട്ട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ടോ, അവരെന്തിനു കോണ്ടാക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അവർ ഏത് ഗെയിം കളിക്കുന്നു, ഇനി ഇപ്പോൾ കാശ് വല്ലതുമൊക്കെ പോകുന്നുണ്ടോ, പിന്നെന്താണ് അവരെന്തിനെങ്കിലും അഡിക്റ്റ് ആവുന്നുണ്ടോ എന്നൊക്കെ നമ്മളൊന്ന് നോക്കും. ഒന്നിനും അഡിക്റ്റ് ആകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അത് മുതിർന്ന കുട്ടികളാണെങ്കിലും എന്തിനെങ്കിലുമൊക്കെ അഡിക്റ്റായി പോകാൻ സാധ്യതയൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഒന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അപ്പം മുതിർന്ന കുട്ടികളാണെങ്കിൽ ഒരുപാട് നേരമൊക്കെ മൊബൈലിനകത്ത് കുത്തിയിരിക്കാതെ അവരെ നമ്മൾക്ക് വീട്ടിലെ ജോലികളിലൊക്കെ പങ്ക് കൊള്ളിക്കാമല്ലോ. ചെറിയ കുട്ടികളാണെങ്കിലും വീട്ടുജോലികളിലൊക്കെ എന്തായാലും പങ്ക് കൊള്ളിക്കണം കേട്ടോ. ഒരു വീട്ടിലെ ജോലികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന ജോലികൾ അപ്പൻ്റെ ജോലി, ഇന്ന ജോലികൾ അമ്മയുടെ ജോലി. മക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോലി എടുക്കാതെ ചുമ്മാ ഇരിക്കുക എന്നുള്ളതല്ലല്ലോ. ഒരു വീട്ടിലെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിലെ എല്ലാവരുടെയും കൂടെ കടമയാണ് എന്നുള്ള ഒരു ബോധ്യം അത് പിള്ളേർക്ക് ചെറുപ്പത്തിൽ തന്നെ വരണം. അപ്പോൾ പിന്നെ അവർക്ക് അങ്ങനെ ബോറടിക്കത്തുമില്ല കേട്ടോ. ഈ കുറേ നേരം ഫോണും കുത്തിയിരുന്ന് പിന്നെ കുറച്ച് നേരം എന്തെങ്കിലും നെറ്റ് കിട്ടിയില്ലെങ്കിൽ അങ്ങ് ഭയങ്കര ദേഷ്യമാകും, അല്ലെങ്കിൽ ഫോൺ എടുത്തു വെക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യമാകും. പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ അവർക്ക് ബോറടിക്കും. ഈ ബോറടിയുടെ ഒന്നും ഒരാവശ്യമില്ല. വീട്ടിലെ ജോലികളെല്ലാം ഒക്കെ ചെയ്ത് ശീലിച്ച് ഒരു ഇതുണ്ടെങ്കിലുണ്ടല്ലോ അവർക്ക് പിന്നെ ബോറടിക്കത്തൊന്നുമില്ല. കുറച്ച് നേരമൊക്കെ മൊബൈൽ നോക്കിക്കൊണ്ടൊക്കെ ഇരുന്നോട്ടെ, പക്ഷേ ബാക്കി സമയത്ത് അവർക്ക് ചെയ്യാനുള്ള പണികൾ ചെയ്യുക, പഠിക്കാനുണ്ടെങ്കിൽ പഠിക്കുക, വീട്ടിലെ പണികളൊക്കെ ചെയ്യാൻ വേണ്ടി എല്ലാവരെയും സഹായിക്കുക, സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴുണ്ടല്ലോ അവരൊക്കെ കുറച്ചൊരു ഉത്തരവാദിത്വ ബോധം കൂടെ കൂടുവേ. പിന്നെ ഈ പോക്കറ്റ് മണിയൊക്കെ കൊടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അല്ലെങ്കിൽ പിള്ളേരുടെ കയ്യിൽ എന്തെങ്കിലും സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ആൾക്കാർ, അതുപോലെ ഇപ്പം കോളേജിലൊക്കെ പഠിക്കുന്ന പിള്ളേരൊക്കെ ആണെങ്കിൽ അവർക്ക് ഗൂഗിൾ പേ ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അവരുടെ അക്കൗണ്ടിലേക്കൊക്കെ കാശൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ചില പേരൻസൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. നമുക്ക് പിള്ളേരുടെ അടുത്ത് ആവശ്യത്തിന് കാശ് കൊടുത്ത് വിടാം. വെച്ചാൽ എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കാനൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അതിന് ആവശ്യത്തിനുള്ള പൈസ മാത്രം കൊടുക്കുക. ഇനിയിപ്പോൾ അവർ പൈസ ഉപയോഗിക്കുമ്പോഴുണ്ടല്ലോ അവരുടെ അടുത്തുണ്ടല്ലോ അത് ചെറുപ്പത്തിൽ തൊട്ടേ നമ്മൾ ചോദിക്കണം, എന്ത് മേടിച്ചു, എത്ര രൂപയായി, ബാക്കി എത്ര രൂപയുണ്ടായിരുന്നു, അതുകൊണ്ട് എന്ത് ചെയ്തു, അത് ചിലവാക്കിയോ. അപ്പോൾ ആ പൈസയുടെ വിലയൊന്ന് അവരറിഞ്ഞിരിക്കണം. ഇപ്പോൾ പഠിത്തമൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ തുടങ്ങിയ പിള്ളേരാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ അവരുടെ അടുത്തൊക്കെ സ്വന്തമായിട്ടൊരു അക്കൗണ്ടൊക്കെ തുടങ്ങി ഇങ്ങനെ പൈസയൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ അവർക്ക് നമ്മളൊന്ന് പറഞ്ഞു കൊടുക്കണം. അവർക്കറിയത്തില്ലായിരിക്കും. അവർ ആദ്യമായിട്ട് സ്വന്തമായിട്ട് കാശുണ്ടാക്കുന്നു, അപ്പോൾ ഈ കാശ് വെച്ചിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നുള്ള ഒരു ഇതായിരിക്കും അവർക്ക്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു കാലത്തെ, പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൂക്ഷിക്കണം എന്നുള്ളൊരു ബോധം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാശ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ചിലവാക്കാം എന്നായിരിക്കും ആദ്യത്തെ ചിന്ത. എനിക്ക് എന്തെല്ലാം വാങ്ങിക്കണം, കാശ് കിട്ടണതിന് മുമ്പേ തന്നെ പ്ലാൻ ചെയ്യും, എനിക്ക് ഇന്ന സാധനങ്ങളൊക്കെ വാങ്ങിക്കണം എന്നൊക്കെ. അപ്പം ആവശ്യവും അത്യാവശ്യവും അനാവശ്യവും ഒക്കെ അവരറിഞ്ഞിരിക്കണം. അപ്പം ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം, അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം മേടിക്കേണ്ട സാധനങ്ങൾ അവർ മേടിക്കട്ടെ. അനാവശ്യമായിട്ടുള്ള സാധനങ്ങളൊന്നും മേടിച്ച് ചുമ്മാ പൈസ കളയാതെ അവരവരുടെ അക്കൗണ്ടിലൊക്കെ സൂക്ഷിച്ച് വെക്കാൻ, അല്ലെങ്കിൽ
ഇല്ലാത്തവരെ സഹായിക്കാനോ ഒക്കെ ഒന്ന് അവർ ശീലിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ ഏത് ഗ്രാമപ്രദേശത്തിലാണെങ്കിലും ഏത് മുക്കിലും മൂലയിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ഇപ്പം മയക്കുമരുന്ന്. അത് പല രൂപത്തിൽ എത്തുന്നു എന്ന് പറയുന്നു, ലിക്വിഡായിട്ടോ അല്ലെങ്കിൽ എന്താ മുട്ടായിയുടെ പരുവത്തിലോ ഗുളികയുടെ പരുവത്തിലോ. അപ്പം നമ്മളുടെ പിള്ളേരൊക്കെ നമ്മൾ വിചാരിക്കും വീട്ടിൽ നിന്ന് നേരെ ബസ്സിന് കയറുന്നു. അപ്പോൾ സ്കൂളിലോ കോളേജിലോ എവിടെയാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് നേരെ ബസ്സിൽ കയറുന്നു നമ്മൾ കാണുന്നുണ്ട്. അവർ ബസ്സിൽ കയറി പോകുന്നു, സ്കൂളിലെത്തുന്നു, അവിടുന്ന് വൈകിട്ട് നേരെ ബസ്സിന് കയറുന്നു, വീടിൻ്റെ മുമ്പിൽ വന്നിറങ്ങുന്നു. എൻ്റെ കുട്ടി വേറെ എവിടെയും പോകുന്നില്ല, സ്കൂളിൽ മാത്രമേ പോകുന്നുള്ളൂ അല്ലെങ്കിൽ കോളേജിൽ മാത്രമേ പോകുന്നുള്ളൂ. അതുകൊണ്ട് വേറെ വഴി തെറ്റി പോകത്തൊന്നുമില്ല. അവർ മയക്കുമരുന്നോ അല്ലെങ്കിൽ വേറെ തെറ്റായ കൂട്ടുകെട്ടുകൾ അങ്ങനത്തെ ഇതിലൊന്നും പെടത്തില്ല എന്നും പറഞ്ഞ ഒരു ഉറച്ച വിശ്വാസത്തിൽ, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ തന്നെ 100% വിശ്വാസമൊന്നും നമ്മുടെ മക്കളിൽ പുലർത്തേണ്ടെന്ന്. അങ്ങനെ വിശ്വസിച്ചിരിക്കുമൊന്നും വേണ്ട കേട്ടോ. വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മക്കൾ സ്കൂളിൽ പോകുമ്പോൾ പല പല കുടുംബങ്ങളിൽ നിന്ന് വരുന്ന പല പല ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി ഒരു ദിവസം പറയുന്നത് കേട്ടു, അവളുടെ മോന് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പം കൂട്ടത്തിലുള്ള ഒരു കുട്ടി, ക്ലാസ്സിലുള്ള ഒരു കുട്ടി പറഞ്ഞു, ഒരു ദിവസം എന്തോ ഒരു ബിസ്ക്കറ്റ് കൊണ്ട് കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പം ഇവനത് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം ആ കുട്ടി പറഞ്ഞു, നീ എനിക്ക് എല്ലാ ദിവസവും ഇതെൻ്റെ അടുത്തുള്ള കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണ്, ഇതിന് 10 രൂപയാണ്. അപ്പം നീ എനിക്ക് എല്ലാ ദിവസവും 10 രൂപ കൊണ്ട് തരുവാണെങ്കിൽ ഞാൻ എല്ലാ ദിവസവും ഈ മുട്ടായി ഈ ബിസ്ക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് തരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ ഇവൻ വീട്ടിൽ വന്നിട്ട് അങ്ങ് വഴക്കങ്ങ് തുടങ്ങി കേട്ടോ, എനിക്കത് വേണം, നല്ല ടേസ്റ്റാണ് അതിന്, എനിക്ക് 10 രൂപ തന്നു. 10 രൂപയല്ലേ ഉള്ളൂ, അപ്പോൾ അത് തരാനുള്ള ശേഷി എൻ്റെ അപ്പനും അമ്മയ്ക്കും ഉണ്ടെന്ന് അവനറിയാം. അപ്പം എല്ലാ ദിവസവും 10 രൂപ വെച്ച് തരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ ഭയങ്കര വഴക്കായിരുന്നു. പിന്നെ ഇവർ പേരൻസ് പറഞ്ഞ് അവനെ മനസ്സിലാക്കി കൊടുത്ത് പിന്നെ കൊടുത്തില്ല കേട്ടോ, പൈസ കൊടുത്തില്ല കേട്ടോ. പക്ഷേ ഇപ്പം ആദ്യമേ ഇങ്ങനെ മുട്ടായിയും ബിസ്ക്കറ്റും ഒക്കെ വാങ്ങിക്കും. പിന്നെ അത് വാങ്ങിച്ച് ഇവർ ബാഗിൽ എന്തൊക്കെ വെച്ചിട്ട് വരുന്നു എന്നൊന്നും നമുക്ക് അറിയത്തില്ലല്ലോ. പിന്നെ ഇങ്ങനെ മുട്ടായിയുടെ പരുവത്തിലും അവരൊക്കെ തരുന്നത് ഇപ്പോൾ അറിയത്തില്ലാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ തരുന്നതൊന്നും വാങ്ങിക്കരുത് എന്നൊക്കെ ഇപ്പോൾ എല്ലാവരും പറഞ്ഞൊക്കെ കൊടുക്കാറുണ്ട്. എന്നാലും നമുക്കറിയത്തില്ല കേട്ടോ എങ്ങനെയാണ് പിള്ളേരെ ഈ മയക്കുമരുന്നിനൊക്കെ അടിമപ്പെട്ടു പോകാൻ വേണ്ടിയിട്ട് പല പല സാഹചര്യങ്ങളും ഉണ്ട്. നമുക്ക് എത്രമാത്രം ശ്രദ്ധിക്കാൻ പറ്റുമെന്ന് എനിക്കും അറിയത്തില്ല കേട്ടോ. ഇപ്പോൾ നമ്മളുടെ കുട്ടികളുടെ ബാഗൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ മുതിർന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അവർ തന്നെയായിരിക്കും ക്ലീൻ ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പം ആഴ്ചയിലൊന്നോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴൊന്നോ ഒക്കെ ഈ നമ്മുടെ മക്കൾ അറിയാതെ തന്നെയുണ്ടല്ലോ അവരുടെ ബാഗൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അവരുടെ ബാഗും അതുപോലെ അവരുടെ സ്റ്റഡി റൂം, അവരുടെ ബെഡ്റൂമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ അവരുടെ സാധനങ്ങളൊക്കെ ഇരിക്കുന്ന സ്ഥലങ്ങളും ഒക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള രീതിയിൽ ആണെങ്കിലും അവരറിയാതെ ചെക്ക് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ല. എല്ലാം ഒന്ന് വൃത്തിയാക്കി വെക്കുമോ അങ്ങനെ. അപ്പം ചിലപ്പം അവർ വഴിതെറ്റി പോവുകയാണെങ്കിലുണ്ടല്ലോ നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും തുമ്പൊക്കെ കിട്ടിയെന്നിരിക്കാം, വല്ല പേപ്പറോ കടലാസോ കവറോ എന്തെങ്കിലുമൊക്കെ ചിലപ്പം നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. ചിലപ്പോൾ എന്തെങ്കിലും തുമ്പൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അവരോട് ചോദിച്ച് മനസ്സിലാക്കുമോ, ഇനിയിപ്പോൾ സ്കൂളിലോ കോളേജിലോ എവിടെയെങ്കിലും അറിയിക്കണം എന്നുണ്ടെങ്കിൽ അത് അറിയിക്കുമോ, അങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. എല്ലാ കുട്ടികളോടും കൂട്ടുകൂടാനൊക്കെ ഒന്ന് പറഞ്ഞ് ശീലിപ്പിക്കണം കേട്ടോ. അത് ചില പേരൻസ് ഉണ്ട്, നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളുടെ അടുത്ത് മാത്രമേ കൂട്ടുകൂടാവുള്ളൂ, അല്ലെങ്കിൽ നല്ല സാമ്പത്തിക ശേഷിയുള്ള കുട്ടികളുടെ കൂട്ടത്തിൽ മാത്രം കൂട്ടുകൂടുക, അല്ലെങ്കിൽ മതത്തിൻ്റെ പേരിൽ മറ്റു മതത്തിൽപ്പെട്ട ആൾക്കാരുടെ അടുത്തൊന്നും മിണ്ടരുത്, സ്വന്തം മതത്തിലുള്ള കുട്ടികളുടെ കൂട്ടത്തിൽ മാത്രമേ കൂട്ടുകൂടാവുള്ളൂ, ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുന്ന പേരൻസൊക്കെ ഉണ്ട് കേട്ടോ. അത് തെറ്റാണ്. നമ്മളെല്ലാവരും മനുഷ്യരല്ലേ. അത് ഏത് മതത്തിൽ ജനിച്ചു, ഏത് സ്ഥലത്ത് ജനിച്ചു, ഏത് ഭാഷ സംസാരിക്കുന്ന ആൾക്കാരായിട്ട് ജനിച്ചു, അതുപോലെ സമ്പന്ന കുടുംബത്തിൽ ജനിച്ചോ അല്ലെങ്കിൽ സമ്പത്തില്ലാത്ത കുടുംബത്തിൽ ജനിച്ചോ, അല്ലെങ്കിൽ പഠിക്കാനൊക്കെ ഒത്തിരി ബുദ്ധിയുള്ള കുട്ടികളായിട്ട് ജനിച്ചോ അല്ലെങ്കിൽ ബുദ്ധി കുറവുള്ള കുട്ടികളായിട്ട് ജനിച്ചോ, അത് നമ്മളെങ്ങനെ ജനിച്ചു എന്നുള്ളത് അതൊക്കെ ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. പിന്നെ വലുതായി കഴിയുമ്പം ഓരോരുത്തരും എങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. സമ്പന്നൻ ദരിദ്രനാകാനും ദരിദ്രൻ സമ്പന്നനാകാനും ഒരു നിമിഷം മതിയല്ലോ, ദൈവം ഒന്ന് വിചാരിച്ചാൽ മതിയല്ലോ എല്ലാം ഒന്ന് മാറി മറിയാൻ. അപ്പം ഇങ്ങനെ ഈ വേർതിരിവ് പാടില്ല. നമ്മുടെ കുട്ടികളെ എല്ലാവരും മനുഷ്യരായിട്ട് കാണട്ടെ, എല്ലാവരെയും സഹോദരങ്ങളെ പോലെ സ്നേഹത്തോടെ സംസാരിക്കാനും എല്ലാവരുമായിട്ട് കൂട്ടുകൂടാനും നല്ല രീതിയിൽ പെരുമാറാനും അവരൊന്ന് ശീലിക്കട്ടെ ചെറുപ്പം മുതലേ. അത് നല്ല കാര്യം തന്നെയാണ്. ഇനിയിപ്പോൾ പഠിക്കാൻ മോശമുള്ള കുട്ടികൾ, ഒന്നും അറിയത്തില്ലാത്ത എന്തിനെങ്കിലും പുറകോട്ടായിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടല്ലോ, എന്തിനെങ്കിലും വീക്കായിട്ടുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മളുടെ കുട്ടികൾക്ക് അതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ അറിയാമെങ്കിൽ അതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്ത് അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒന്ന് നമ്മളുടെ കുട്ടികളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. അത് നമ്മളുടെ കുട്ടികൾക്കും ഇത് കിട്ടുന്ന സഹായം കിട്ടുന്ന കുട്ടികൾക്കും നല്ലത് തന്നെയല്ലേ. പിന്നെ ഉണ്ടല്ലോ നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മുടെ കുട്ടികളുടെ കൂട്ടുകാരാരൊക്കെയാണ് എന്നൊക്കെ.
സ്കൂൾ അല്ലെങ്കിൽ കോളേജൊക്കെ വിട്ട് വന്നു കഴിയുമ്പോൾ അവരുടെ അടുത്തൊക്കെ ഒന്ന് സംസാരിക്കും. നമ്മളുടെ കുട്ടികളുടെ അടുത്ത് നമ്മളുടെ കുട്ടികളെ ഉണ്ടല്ലോ ഈ ഒരുപാട് സ്നേഹിച്ചങ്ങ് വഷളാക്കണ്ട, എന്നാൽ ഒരുപാട് അങ്ങ് ശിക്ഷണം കൊടുക്കണ്ട. ആവശ്യത്തിന് ശിക്ഷണം കൊടുക്കണം. അവർ പറഞ്ഞാൽ അനുസരിച്ചില്ലെങ്കിലൊക്കെ ഉണ്ടല്ലോ നമ്മളവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. എന്നിട്ട് എത്ര പറഞ്ഞിട്ടും മനസ്സിലാവുന്നില്ലെന്നുണ്ടെങ്കിലുണ്ടല്ലോ ചെറുപ്പത്തിൽ തന്നെ ഈ തല്ലും ശിക്ഷണങ്ങളൊക്കെ കൊടുക്കുമ്പോഴുണ്ടല്ലോ അത് ആവശ്യത്തിന് കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാനും കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ ചെറുപ്പത്തിൽ തന്നെ കൊടുക്കുക. ഈ ചെറുപ്പത്തിൽ തന്നെ സ്നേഹിച്ച് ലാളിച്ച് വന്ന് വലുതായി കഴിയുമ്പോഴല്ലോ ഒരു 15 വയസ്സ് അല്ലെങ്കിൽ ഒരു 20 വയസ്സൊക്കെ ആയി കഴിയുമ്പം എത്ര പറഞ്ഞിട്ട് കേൾക്കാതിരിക്കുമ്പോൾ 2 എണ്ണം വെച്ച് കൊടുക്കുമ്പോഴായിരിക്കും പിള്ളേർ നേരെ പോയി തൂങ്ങി ആത്മഹത്യ ചെയ്യാനും അങ്ങനെയൊക്കെ പോകുന്നത്. അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ ശിക്ഷണം കൊടുക്കേണ്ടതൊക്കെ ശിക്ഷണം കൊടുത്ത് തന്നെ വളർത്തുക. പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതൊക്കെ മനസ്സിലാക്കി കൊടുക്കുക. അത് ഓരോ പിള്ളേർക്കും ഓരോ രീതിയിലായിരിക്കും കേട്ടോ. ചില പിള്ളേർക്ക് നല്ല സ്നേഹത്തോടെ ഓരോ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് അനുസരിച്ചോളും. പക്ഷേ ചില പിള്ളേർ എത്ര പറഞ്ഞാലും മനസ്സിലാകുകയില്ല. ആ 2 എണ്ണം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലർക്ക് മനസ്സിലാവുള്ളൂ. അത് ഓരോ പിള്ളേരും ഓരോ രീതിയിലാണ് കേട്ടോ. അപ്പം അതിനനുസരിച്ച് നമ്മൾ ആ പിള്ളേർ നമ്മൾക്കറിയാമല്ലോ നമ്മളുടെ പിള്ളേരെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നൊക്കെ. അപ്പോൾ അതിനനുസരിച്ച് നമ്മളെ ചെറുപ്പത്തിൽ തന്നെ അവരെ അങ്ങ് ശീലിപ്പിച്ചേക്കുക. നമ്മൾ നമ്മുടെ മക്കളുടെ അടുത്തുണ്ടല്ലോ പരമാവധി പറ്റാവുന്നത്രയും ഫ്രണ്ട്സിനെ പോലെ ഒക്കെ സംസാരിക്കുക. നമുക്ക് അങ്ങനെ അധിക സമയമൊന്നും കിട്ടത്തില്ല കേട്ടോ ഒത്തിരി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാനൊന്നും. നമ്മൾ വിചാരിക്കും ഇപ്പം ഞാൻ അറിയുന്ന ഒരാൾ ഒരു ചേട്ടൻ ഒരു പ്രാവശ്യം പറഞ്ഞു ഓർക്കുന്നുണ്ട്, നമ്മളൊക്കെ എങ്ങനെയാണ് വളർന്നത് ചെറുപ്പത്തിലൊക്കെ. ഞാനൊക്കെ ചെറുതായിരുന്ന സമയത്തുണ്ടല്ലോ ആരും മിണ്ടാനുമില്ല. അപ്പൻ എന്തെങ്കിലുമൊക്കെ പണി എടുത്തുകൊണ്ടൊക്കെ നടക്കും, അമ്മ എന്തെങ്കിലും പണിയൊക്കെ എടുത്തുകൊണ്ട് നടക്കും, പിന്നെ സഹോദരങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കളിച്ച് ചിരിച്ച് അങ്ങനെയൊക്കെ വളർന്നു. പക്ഷേ ആ ഒരു സാഹചര്യമല്ലേ ഇപ്പോഴത്തെ കാലം. ഇപ്പം പിള്ളേരെല്ലാവരും ഒറ്റപ്പെട്ട് ജീവിക്കുന്നു. എല്ലാവർക്കും ഒന്നും കൂട്ടുകാരൊന്നും ഇല്ല കളിക്കാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പം അവർക്ക് ആ ഒരു ലോൺലിനെസ് ഉണ്ടാകും. പിന്നെ അപ്പം പേരൻസ് ഉണ്ടല്ലോ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ഈ തെറ്റിലേക്ക് വീണ് പോകാനുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുപാടുള്ളത് കൊണ്ട് നമ്മുടെ മക്കളെ പരമാവധി മനസ്സിലാക്കി എടുക്കണം. അപ്പം ഈ ഒരുപാടങ്ങ് ക്ലോസ് ഫ്രണ്ട്സിനെ പോലെ ആകരുതെന്നാണ് എൻ്റെ അഭിപ്രായം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒത്തിരി ഓരോരുത്തരുടെ ഓരോ ലിമിറ്റ് ഉണ്ടല്ലോ. ആ ഒരു ലിമിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ട്രിക്ട്നെസ് വേണം താനും, എന്നാൽ പിന്നെ ഒരു ഫ്രണ്ട്ഷിപ്പ് മെൻറ്റാലിറ്റി വേണം താനും. ആ ഒരു ലെവൽ സ്ട്രിക്റ്റ് ആയിരിക്കേണ്ടിടത്ത് നമ്മൾ സ്ട്രിക്റ്റ് ആയിരിക്കണം. ഫ്രണ്ട്സിനെ പോലെ സംസാരിക്കേണ്ടപ്പം അങ്ങനെ സംസാരിക്കണം. അപ്പോൾ അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ ഇവരുടെ അടുത്ത് നമുക്കെല്ലാം കിട്ടുള്ളൂ. ഇവരുടെ കൂട്ടുകാരാരൊക്കെയാണെന്ന് നമ്മൾ അറിയണം, ഇവരെവിടെയൊക്കെ പോകുന്നു, ആരെയൊക്കെ കാണുന്നു, കൂട്ടുകാരുടെ അടുത്തൊക്കെ എന്തൊക്കെ സംസാരിക്കുന്നു, അവരുടെയൊക്കെ സ്വഭാവങ്ങൾ എങ്ങനെയൊക്കെയാണ്. ചുമ്മാ അങ്ങ് ചോദിച്ചേക്ക്. ചുമ്മാ ഇങ്ങനെ നമ്മൾ പണിയെടുത്തുകൊണ്ട് നടക്കുമ്പോഴാണെങ്കിലും ഉണ്ടല്ലോ അവർ വർത്തമാനം പറയുമ്പോൾ അവരെ മാറ്റി വിടാതെ അവരെ കൊണ്ട് ഇങ്ങനെ സംസാരിപ്പിക്കാം. അവരെന്ത് ചെയ്തു, അവരെന്ത് പറയുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ ചുമ്മാ കൂട്ടുകാരുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം. അന്നേരപ്പോൾ ഉണ്ടല്ലോ ചിലപ്പോൾ അറിയാതെ അവരിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയുവേ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി എടുക്കണം ഇവരുടെ കൂട്ടുകാർ നല്ല കൂട്ടുകാരാണോ അതോ തെറ്റായ രീതിയിലേക്ക് പോകുന്ന ആ കൂട്ടുകാർ വല്ലതും ആണോ, നമ്മളുടെ കുട്ടികളും തെറ്റായ രീതിയിലേക്ക് പോകാൻ വല്ല ചാൻസും ഉണ്ടോ എന്നൊക്കെ ഉണ്ടല്ലോ. ഇവരുടെ അടുത്ത് ഇതുപോലെ അങ്ങ് സംസാരിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഒരുപാട് അങ്ങ് സംസാരിക്കണം. അവരുടെ വിശേഷങ്ങളെല്ലാം ചോദിച്ച് അറിഞ്ഞ് മനസ്സിലാക്കി അവർക്ക് സംശയം തോന്നാൻ പാടില്ല. ചുമ്മാ ഇങ്ങനെ ഫ്രണ്ട്സിനെ പോലെ അങ്ങ് സംസാരിക്കുക. പറ്റുമെങ്കിൽ അവരുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തും ഇടയ്ക്കൊക്കെ ഒന്ന് സംസാരിക്കുന്നത് നല്ലതായിരിക്കും. ഇങ്ങനെ ഫോൺ വിളിച്ച് ചുമ്മാ അന്വേഷിക്കുകയൊന്നും വേണ്ട. ഇടയ്ക്ക് വേണമെങ്കിൽ വീട്ടിലേക്ക് വിളിക്കണമെങ്കിൽ വീട്ടിലേക്ക് വിളിക്കുക. അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സിൻ്റെ പേരൻസിൻ്റെ അടുത്തൊക്കെ ഒന്ന് അവരുമൊക്കെ ആയിട്ട് ഒരു കൂട്ട് വെക്കുവാൻ പറ്റുവാണെങ്കിൽ നല്ലതായിരിക്കും. ഇപ്പോൾ ചെറിയ കുട്ടികളും അങ്ങനെയൊക്കെയുള്ളവരാണെങ്കിൽ അവരുടെ ഫ്രണ്ട്സിൻ്റെ ഇപ്പം ഞാനൊക്കെ എൻ്റെ പിള്ളേരുടെ കൂട്ടുകാരുടെ അമ്മമാർ ചില ആൾക്കാരുടെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറ്റ സുഹൃത്തുക്കളുടെ അമ്മമാരെയൊക്കെ എനിക്കറിയാം. അപ്പം ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് മെസ്സേജ് അയക്കുമോ ഫോൺ വിളിക്കുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പോൾ നമുക്ക് ആ ഒരു കണക്ഷനൊക്കെ ഉള്ളത് നല്ലതാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ അവരുമായിട്ട് ഇങ്ങനെ ഈ സ്കൂൾ കുട്ടികളൊക്കെ ആണെങ്കിലുണ്ടല്ലോ അവരുമായിട്ട് ഇങ്ങനെ കുറേ സംസാരിച്ച് അവരുടെ അഭിരുചികളൊക്കെ എന്തൊക്കെയാണ് ചിലപ്പോൾ അവർക്ക് അറിയത്തില്ലായിരിക്കും. ഞാൻ ഏത് ലെവലിലേക്ക് പോകണം, എങ്ങനെ പോകണം, എന്ത് പഠിക്കണം, എന്ത് ജോലി ചെയ്യണം എന്നുള്ളൊരു സംശയങ്ങളൊക്കെ ഉണ്ടാകും. അപ്പം ഇവരുടെ അടുത്ത് നമ്മൾ കൂടുതൽ സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ അവരുടെ അഭിരുചികളും ഒക്കെ കൂടുതലൊക്കെ മനസ്സിലാക്കാനൊക്കെ പറ്റും കേട്ടോ. പിന്നെ ഒരുപാട് അങ്ങ് പ്രഷർ കൊടുക്കണ്ട ഒരു കാര്യത്തിനും. അതായത് ഇപ്പം പഠിക്കാനാണെങ്കിൽ എനിക്ക് ഇത്ര പെർസെൻറ്റേജ് മാർക്ക്, അതായത് 90% അല്ലെങ്കിൽ 95% കൂടുതൽ മാർക്ക് കിട്ടിയേ പറ്റൂ, ഇല്ലെങ്കിൽ നിൻ്റെ കാര്യം പോക്കാണ്, അല്ലെങ്കിൽ പിന്നെ ഇന്ന സംഭവം തന്നെ പഠിക്കാൻ പോകണം, അങ്ങനെയുള്ള പ്രഷറൊന്നും കൊടുക്കണ്ട. നമ്മളെ പോലെയല്ലല്ലോ നമ്മുടെ കുട്ടികൾ. അവർക്ക് അവരുടേതായിട്ടുള്ള ബുദ്ധി അനുസരിച്ച് അവർ പഠിച്ചോട്ടെ. നന്നായിട്ട് പഠിക്കണം, മാർക്ക് കിട്ടണം. പക്ഷേ അവരുടെ കഴിവിനേക്കാൾ ഉപരി അവർക്ക് അവർ ആ ഒരു ഭയങ്കരമായിട്ടുള്ള പ്രഷറുണ്ടല്ലോ ചില കുട്ടികൾ പറഞ്ഞാൽ 10ലും 12ലും ഒക്കെ എത്തിക്കഴിയുമ്പോഴേക്കും ഉണ്ടല്ലോ ചില കുട്ടികളുടെ പേരൻസിനാണ് കുട്ടികളെക്കാളും ഭയങ്കര ടെൻഷൻ. എന്തിനാണ് ഇതുമാതിരി ടെൻഷൻ അടിക്കുന്നത്? എനിക്കറിയാവുന്ന കുറേ ആൾക്കാരുണ്ട് കേട്ടോ. ഒരുപാട് മാർക്ക് അങ്ങ് കിട്ടിയിട്ട് ഇപ്പോൾ ഒരു ജോലിയില്ലാതെ ചുമ്മാ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. എന്നാൽ പിന്നെ
ഒന്നുമില്ലാതെ ചുമ്മാ തട്ടിയും മുട്ടിയും ജയിച്ചൊക്കെ പോയ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, നല്ല നിലയിലെത്തിയ ആൾക്കാരൊക്കെ ഉണ്ട്. ഇവരൊക്കെ ഭാവിയിൽ എങ്ങനെയായി തീരുമെന്നൊന്നും അറിയത്തില്ല. അപ്പം നമ്മളെ കുട്ടികൾ നന്നായിട്ട് പഠിക്കണം. അവരുടെ കഴിവിനനുസരിച്ച് പരമാവധി അവർക്ക് എന്തുമാത്രം പഠിച്ചെടുക്കാൻ പറ്റുമോ അത്രയും പഠിക്കണം. പക്ഷേ ചുമ്മാ ഇങ്ങനെ ഓവറായിട്ടുള്ള പ്രഷറൊന്നും കൊടുക്കണ്ട. പിന്നെ അവരുടെ ഇഷ്ടമുള്ള സബ്ജക്റ്റ് ഏതാണെന്നൊക്കെ കണ്ടുപിടിച്ച് അവർക്ക് തന്നെ അറിയാമല്ലോ അവരുടെ ഇഷ്ടമുള്ള സബ്ജക്റ്റ് ഏതാണെന്ന്. ഇപ്പോഴത്തെ കാലത്തെന്ന് പറഞ്ഞാൽ എന്ത് പഠിച്ചു കഴിഞ്ഞാലും ജോലി കിട്ടുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഏത് വിഷയം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ജോലി കിട്ടുന്ന ഒരു സാഹചര്യമാണ്. എന്നാൽ ജോലി കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യം. അപ്പം അവരുടെ ഇഷ്ടമുള്ള വിഷയം ഏതാണ്, അവർക്ക് ഏതാണ് പഠിക്കാൻ എളുപ്പം, അതിനനുസരിച്ച് അവരങ്ങ് പൊക്കോട്ടെ. ചിലപ്പോൾ പഠിച്ചത് തന്നെ ആയിരിക്കുകയല്ല ജോലി ചെയ്യുന്നത്. ഇപ്പോൾ ഇനി MBBS പഠിച്ചിട്ട് എന്താ പറയുക, ബിസിനസ് നടത്തുന്ന ആൾക്കാരുണ്ട്. എൻജിനീയറിംഗ് പഠിച്ചിട്ട് വേറെ ഓരോ ജോലികളൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഓരോ വിഷയം ഇപ്പോൾ ഇവർ പഠിക്കുന്നത് തന്നെ ജോലി ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇവർക്ക് എങ്ങനെയാണോ കിട്ടിപ്പോകുന്നത് ആ രീതിയിൽ അവരങ്ങ് മുന്നോട്ട് പൊക്കോളും. നമ്മൾ അവർക്കൊരു സപ്പോർട്ട് കൊടുക്കുക, അത് മതി. നമ്മളെപ്പോഴും വിചാരിക്കേണ്ടത് എന്താണെന്നറിയോ, നമ്മളുടെ കുട്ടികൾ നമ്മളുടെ കയ്യിലെ ഓരോ പട്ടങ്ങളാണെന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ പട്ടം പറത്തുമ്പോൾ എങ്ങനെയാണ്, അതിനെ ചുമ്മാതെ അങ്ങ് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫ്രീ ആയിട്ട് അങ്ങ് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങ് പറന്ന് പോകും. പറന്ന് അത് എവിടെയെങ്കിലും മരത്തേലോ എവിടെയെങ്കിലും ഒക്കെ പോയി തട്ടി മുട്ടി പൊട്ടി അതെങ്ങോട്ടെങ്കിലും ഒക്കെ പറന്നു വഴി അതിൻ്റെ കാറ്റിൻ്റെ ദിശയ്ക്കനുസരിച്ച് അതങ്ങ് എങ്ങോട്ടെങ്കിലും ഒക്കെ അങ്ങ് പറന്നു പോകും. പിന്നെ നമുക്ക് കിട്ടത്തില്ല. അല്ലെങ്കിൽ പട്ടം പറത്താതെ മുറുക്കെ പിടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാലോ അതിനിട്ട് പറക്കാൻ പറ്റത്തുമില്ല. അതുപോലെ തന്നെയാണ് നമ്മളുടെ കുട്ടികളുടെ കാര്യവും. അവരെ ചുമ്മാ ഒരു ഇതുമില്ലാതെ അവരെ ഫുൾ ഫ്രീ ആയിട്ടങ്ങ് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് തോന്നിയതുപോലെ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ വഴിക്ക് പോകും. പിന്നെ അവസാനം നമ്മൾ പിടിക്കണമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിടികിട്ടത്തില്ല. അവരവരുടെ വഴിക്ക് പോകും. പിന്നെ നമുക്ക് ഒരിക്കലും പിടിക്കാൻ പറ്റത്തില്ല. എന്നാൽ പിന്നെ അയ്യോ എൻ്റെ കുട്ടി വഴിതെറ്റി പോവുമോ, എൻ്റെ കുട്ടി അങ്ങനെ പോവുമോ ഇങ്ങനെ പോവുമോ എന്നൊക്കെ പേടിച്ചിട്ട് ഇങ്ങനെ പൊത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ, ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കുട്ടികൾക്കുണ്ടല്ലോ അവരുടെ കഴിവിനനുസരിച്ച് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഇപ്പോൾ പട്ടം നമ്മൾ പറത്തും, എന്നാൽ അതിൻ്റെ ചരടിൻ്റെ അറ്റത്ത് നമ്മളൊരു പിടുത്തം പിടിക്കും. എന്നിട്ട് അവിടെ ഇവിടെയും തട്ടാതെ മാറ്റി വിടുമല്ലോ. നമ്മളുടെ കയ്യിലായിരിക്കും അതിൻ്റെ നിയന്ത്രണം. എന്നാൽ അതിന് നല്ല സുഖമായിട്ട് പറക്കാനും പറ്റും. ആ രീതിയിൽ വേണം നമ്മൾ നമ്മളുടെ മക്കളോട് പെരുമാറാൻ. അതിന് നമുക്കൊക്കെ എത്രമാത്രം പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നമുക്കാവുന്ന രീതിയിൽ നമ്മൾ ചെയ്യുക. നമ്മളുടെ കുട്ടികൾക്ക് അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം. അവർ സന്തോഷത്തോടെ സമാധാനത്തോടെ വളരണം. അവരുടെ സന്തോഷത്തിന് കുറവുണ്ടാകാൻ പാടില്ല, അവരുടെ സ്വാതന്ത്ര്യത്തിന് കുറവുണ്ടാകാൻ പാടില്ല. പക്ഷേ അവരെ നേരായ വഴിക്ക് പോകാൻ വേണ്ടിയിട്ട് ആ ഒരു നിയന്ത്രണം നമ്മളുടെ അടുത്ത് എപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മളെപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെപ്പോഴും അവരുടെ അടുത്തൊരു ഫ്രണ്ട്സിനെ പോലെ ആയിരിക്കണം. എന്നാൽ സ്ട്രിക്ട്നെസ് ഉണ്ടാവുകയും ചെയ്യണം. അവരുടെ അടുത്ത് സ്ട്രിക്ട്നെസ് കാണിക്കേണ്ട സമയത്ത് നമ്മൾ സ്ട്രിക്ട്നെസ് തന്നെ കാണിച്ചിരിക്കണം. അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം. ശിക്ഷണം കൊടുക്കേണ്ടത് അപ്പം തന്നെ ശിക്ഷണം കൊടുക്കുകയും ചെയ്യണം. പിന്നെ നന്നാകും എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അങ്ങനെ നന്നാകാനൊന്നും പോകുന്നില്ല. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്തെ പിള്ളേരല്ലേ, ഒരു വീട്ടിലങ്ങ് വിട്ട് കഴിഞ്ഞാൽ അങ്ങ് പോകും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച്. അപ്പം പട്ടം നമ്മൾ എങ്ങനെ നിയന്ത്രിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ നമ്മളുടെ കുട്ടികളെ നിയന്ത്രിക്കുക. അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് കേട്ടോ. പെട്ടെന്ന് ചുരുക്കി എടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോൾ അറിയാതെ പറഞ്ഞു പോയി ഇതാണ്ട് ഇത്രയും അങ്ങ് എത്തി. അപ്പോൾ ഞാൻ എന്തായാലും ഇന്നത്തെ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി ഉടനെ തന്നെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.